നമസ്കാരം. കമ്മ്യൂണിറ്റി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ന്യൂയോർക്ക് സിറ്റിയിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്റ്റാൻലി കളത്തറയ്ക്ക് 4200 പരം വോട്ടർമാരുടെ അംഗീകാരം നൽകിക്കൊണ്ടുള്ള പെറ്റീഷൻ നൽകപ്പെട്ടു. നേറ്റീവ് റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഒപ്പ് ശേഖരണത്തിന് നേതൃത്വം നൽകിയ യാസിൻ, ഫ്രിഡ എന്നിവരെ അനുമോദിച്ചു. സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരായ റാൽഫ് റിവേര, ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റി മെമ്പർ റോജർ ചക്ക് തുടങ്ങി നിരവധി പ്രമുഖർ സ്റ്റാൻലി കളത്തറയ്ക്ക് വിജയം ആശംസിച്ചു. പൊതുഖജനാവിൽ നിന്നും ഫണ്ട് സ്വീകരിക്കാതെ പൊതുജനങ്ങളുടെ സംഭാവന സ്വീകരിച്ചാണ് സ്റ്റാൻലി മത്സരിക്കുന്നത്. അമേരിക്ക സന്ദർശിച്ച കൈരളി TV MD ശ്രീ ജോൺ ബ്രിട്ടാസിന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ലോസ് ആഞ്ചലസിലെത്തിയ ശ്രീ ബ്രിട്ടാസിന് ഇന്ത്യ പ്രസ് ക്ലബ്, കേരള അസോസിയേഷൻ, കല എന്നീ സംഘടനകൾ സംയുക്തമായി സ്വീകരണം നൽകി. വാഷിംഗ്ടൺ DC-യിൽ കേരള അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ വാഷിംഗ്ടന്റെ നേതൃത്വത്തിലുള്ള സ്വീകരണത്തിൽ നിരവധി മലയാളികൾ പങ്കെടുത്തു. അസോസിയേഷൻ പ്രസിഡന്റ് പ്രവീൺ കുമാർ ആശംസാ പ്രസംഗം നടത്തി. ഈ ദൃശ്യ മാധ്യമ രംഗത്ത് വളരെയധികം വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു ചാനലാണ് കൈരളി TV ചാനൽ. ഈ ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായ ജോൺ ബ്രിട്ടാസിനെ കേരള അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ വാഷിംഗ്ടണിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മാധ്യമരംഗത്തെ തൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. അതിനു മുമ്പ് ഇങ്ങനെയൊരു ഫംഗ്ഷൻ ഹോസ്റ്റ് ചെയ്യാനായി അതിനവസരമൊരുക്കുന്ന വിൻസെൻ്റ് പാലത്തിങ്കലിന് KGWൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. അദ്ദേഹം പുള്ളി ബേസിക്കലി ഈസ് ഫ്രം കണ്ണൂർ, കേരള. പിന്നെ അത് കഴിഞ്ഞ് പഠിച്ചത് നാട്ടിൽ ഡോൺ ബോസ്കോയിൽ നിന്നാണ് ഹൈസ്കൂൾ പഠിച്ചത്. ദെൻ ഹി ഹാഡ് ഹിസ് ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് ഫ്രം കേരളവർമ്മ കോളേജ് ഇൻ പൊളിറ്റിക്കൽ സയൻസ്, കേരളവർമ്മ തൃശ്ശൂർ. ആൻഡ് ബോത്ത് ഹി ഹാഡ് ഫസ്റ്റ് റാങ്ക് ഫോർ ബാച്ചിലേഴ്സ് ആസ് വെൽ ആസ് മാസ്റ്റേഴ്സ്. കേരളത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ മലയാളിയെയും കേരളത്തെയും തിരിച്ചറിയുന്ന ആൾക്കാരാണ് ഇന്ന് അമേരിക്കയിലും അതുപോലെ തന്നെ വിദേശത്തുമുള്ള ആൾക്കാർ. മലയാളിക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടോ, കേരളത്തിന് പോരായ്മയുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ നിന്ന് വിമാനം കയറി ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. എന്താ കാരണം എന്ന് വെച്ചാൽ കേരളത്തെക്കുറിച്ചുള്ള വളരെ സമഗ്രമായിട്ടുള്ള ഒരു അപഗ്രഥനം, വിമർശനം നടത്താനുള്ള ശേഷിയുള്ള ആൾക്കാർ അമേരിക്കക്കാരാണ്. എല്ലാത്തിനെയും താരതമ്യം ചെയ്യും. ഈ റോഡ് ഇങ്ങനെ ആയപ്പോരാ, ഈ പാലം ഇങ്ങനെ ആയപ്പോരാ, നമ്മുടെ രാഷ്ട്രീയക്കാരിങ്ങനെ ആയപ്പോരാ. അങ്ങനെ പൊതുവെ വ്യക്തമായ ചില ധാരണകളുള്ള ആൾക്കാരാണ് അമേരിക്കൻ മലയാളികൾ. കുറച്ച് കൂടുതലുണ്ടോയെന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. എനിക്ക് തോന്നുന്നത് ചെറിയൊരു കാര്യം, ഒരു പക്ഷേ ഈ കേരളത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ വളരെ ശരിയാണെന്നിരിക്കെ തന്നെ ചില വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ചിലപ്പോൾ നമ്മുടെ പോലുള്ള ആൾക്കാർ മറന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ പലപ്പോഴും ചില ഗ്യാതറിങ്സിൽ പങ്കെടുക്കുമ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ കേരളം ഒരു അത്ഭുതമാണ്. ശരിക്കും കേരളം ഒരു അത്ഭുതമാണ്. ഈ അത്ഭുതത്തിൻ്റെ സൃഷ്ടികളാണ് നിങ്ങൾ ഞാൻ. അതായത് ജാതിക്കും മതത്തിനും സമുദായത്തിനും മറ്റ് എന്താ പറയുക അതിർവരമ്പുകൾക്കൊക്കെ അതീതമായിട്ട് ഒരുമിച്ച് ചേർന്ന് പഠിക്കാനും പ്രവർത്തിക്കാനും അവസരം ലഭിച്ചതിൻ്റെ ഗുണഭോക്താക്കളാണ് നമ്മൾ. ഒന്ന് നമുക്ക് നമ്മുടെ വരുമാനത്തെക്കുറിച്ച് ചിന്തിച്ചു. കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്. കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം ഇപ്പം നിങ്ങളൊക്കെ ഡോളർ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായ ഞാൻ ഡോളർ ടേംസ് പറയാം. $750 പെർ ക്യാപിറ്റൽ പ്രതിശീർഷ വരുമാനം. വളരെ തുച്ഛമായ പൈസ. ഒരു അമേരിക്കക്കാരൻ്റെ പ്രതിശീർഷ വരുമാനം എത്രയാണ്? $45,000. അതായത് ഒരു ആവറേജ് ഏണിംഗ് ഇൻകം ഓഫ് എൻ അമേരിക്കൻ citizen could be something around $45,000. Of a Malayali, it is hardly $750. ചിന്തിച്ചു എന്തുമില്ല അന്തരമാണ്. പക്ഷേ ഈ $750 പെർ ക്യാപിറ്റൽ ഇൻകം വെച്ചിട്ട് നമ്മൾ അത്ഭുതം സൃഷ്ടിച്ചവരാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കേരള പാരഡോക്സ്, കേരള വണ്ടർ. ഒരുപക്ഷെ $45,000 പ്രതിശീർഷ വരുമാനമുള്ള സാഹിത്യ അതേ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ അച്ചീവ് ചെയ്യും. സ്കൂളിങ്, അവയർനെസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, പബ്ലിക് നോളജ്. നോക്ക്, ഇത് ലോകത്തിലെ അത്ഭുതമാണ്. അതുകൊണ്ടാണ് ഈ അമർത്യാസനെ പോലുള്ള ആൾക്കാർ പറയുന്നത് ഇതൊരു അത്ഭുതമാണ്. ഈ അത്ഭുതം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? നോബഡി നോസ് ഇറ്റ്.
അതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളാണ്. ഫൊക്കാനയുടെ നേതൃത്വത്തിൽ നടന്ന മതസൗഹൃദ സമ്മേളനത്തിൽ വിവിധ മതവിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്തു. ന്യൂ റോഷലിൽ വെച്ച് നടന്ന ഈ സമ്മേളനത്തിന് ഫൊക്കാന പ്രസിഡന്റ് പോൾ കറുകപ്പള്ളി നേതൃത്വം നൽകി. ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമി ഉദ്ഘാടന പ്രസംഗവും ബിഷപ്പ് റവറൻഡ് ഡോക്ടർ നൈനാൻ ജോർജ്, ഓൾ കേരള മുസ്ലിം അസോസിയേഷൻ പ്രസിഡന്റ് UA നസീർ കൂടാതെ നിരവധി സംഘടനാ പ്രതിനിധികളും ഈ സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തി. കോളേജ് സിസ്റ്റത്തിന്റെ അതായത് സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിന്റെ ഡിപ്ലോമ നേടിയിട്ടുണ്ട്. ധാരാളം ജേണലുകളും ഗ്രന്ഥങ്ങളും ഒക്കെ രചിച്ചിട്ടുള്ള പ്രത്യേകമായി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. വേദിയിലേക്ക് ഞാൻ സാദരം ക്ഷണിക്കുന്നു. അതിനു മുമ്പായി വെസ്റ്റേൺ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ്, എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സദസ്സിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, വളരെയധികം പ്രയാസമാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം, നാഷണൽ ഇപ്പോൾ പോൾ കറുകപ്പള്ളിയെ സംബന്ധിച്ച് പോൾ കറുകപ്പള്ളിയെ ഞാൻ ഔപചാരികതയുടെ പേരിൽ ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ നസീർ, വളരെയധികം കാര്യങ്ങൾ എന്നെ പുള്ളി അസോസിയേഷന്റെ മുൻ പ്രസിഡന്റും ഫൊക്കാനയുടെ സമ്മേളനത്തിന്റെ നാഷണൽ കോർഡിനേറ്റർ 25 വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊള്ളുമ്പോൾ എപ്പോഴും പണിപ്പെട്ടിട്ടുള്ള എല്ലാ പ്രധാന വേദിയിലിരിക്കുന്ന സ്നേഹിതരെ, ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു വളരെ വർഷങ്ങൾ. അതുകൊണ്ട് ചിലപ്പം ഭാഷയിൽ വന്നു പോകുന്ന തെറ്റുകൾ ക്ഷമിക്കണം. എന്നാൽ മലയാളത്തിൽ സംസാരിക്കാൻ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ മതസൗഹാർദ്ദ സമ്മേളനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക് മിസ്റ്റർ ചെറിയാൻ തോമസിനെ കുറിച്ച് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ കറുകപ്പള്ളി, ടെനൻസൻ, എല്ലാവർക്കും വിനീതമായ അഭിവാദ്യങ്ങൾ. കഴിഞ്ഞ ആഴ്ച പോൾ കറുകപ്പള്ളി വിളിച്ചിരിക്കുന്ന സ്വാമികളൊക്കെ വരുന്നുണ്ട്, തിരുമേനി ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞ അവരുടെ കൂട്ടത്തിലൊന്നും ഞാനൊരു പണ്ഡിതനോ അങ്ങനെയൊന്നുമല്ല, എന്നാലും നിങ്ങളവിടെ വരണം, ജസ്റ്റ് ഒന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഈ മഹാന്മാരായിട്ടുള്ള ഈ ആളുകൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ കൂടുതലായിട്ടൊന്നും ഞാൻ സംസാരിക്കാനോ പ്രസംഗിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. തിരുമേനി നസീർ, ട്രഷറർ, ജില്ലാ മാനേജർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സംഘടനാ പ്രവർത്തകരെ, നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന സച്ചിദാനന്ദ സ്വാമിയുടെ പ്രഭാഷണം കേൾക്കുവാൻ ആയിട്ടാണ് എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഫൊക്കാന ലാസ്റ്റ് 25 ഇയറിൽ നടത്തിവരാറുള്ള മതസൗഹാർദ്ദ സമ്മേളനം ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ അത് ചെയ്യാറുണ്ടായിരുന്നു. സ്വാമി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് ആലോചിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ജസ്റ്റ് സ്വാമിക്ക് ഒരു സ്വീകരണം കൊടുക്കുന്നതല്ല, നമ്മൾ എല്ലാ മതമേലന്മാരും കൂടി ഒരു സമ്മേളനം നടത്തുന്നതാണ് അത് നല്ല എന്നുള്ള ധാരണയിലാണ് ഞാൻ ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. എല്ലാ സഭാ പ്രിയങ്ക മാരറ്റ് ആൻഡ് സംപൂജ്യനായ ചാലക്കുടി മഠാധിപതി സ്വാമികളെ, സ്വാമികൾ ഒരു ആദ്യത്തെ സമയമുള്ള എനിക്ക് കിട്ടുന്നത്. സ്വാമിയെ ഞാൻ ഒരാഴ്ച മുമ്പ് തന്നെ കണ്ടിരുന്നു. ഞങ്ങൾ നായർ ബെനോണ്ട് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഒരു സപ്താഹയജ്ഞം നടത്തിയപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ സ്വാമിജി എത്തി. അവിടെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗം കേട്ടപ്പോൾ തന്നെ ആളുകൾ എന്നും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് പല പരിപാടികളുള്ളത് കൊണ്ടും ചില ദിവസങ്ങളിലൊക്കെ വന്നിടത്തോളം other members of the media and distinguished members of the community, സ്വാമിജിക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. 40,000 പേർക്ക് തുല്യമാണ് ഇവിടുത്തെ 40 പേര്. അതുകൊണ്ട് വിഷമിക്കണ്ട. ഇതുകൊണ്ടും പണം 2 വാക്ക് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ചിലപ്പോൾ ഇതുപോലൊരു സദസ് കിട്ടിയെന്ന് വരുന്നില്ല. എനിവേ, ഇങ്ങനെ പ്രസംഗത്തിനായിട്ടാണ്. അതുകൊണ്ട് 1 മിനിറ്റ് പോലും ഞാൻ പാഴാക്കാതെ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വളരെ ആദരപൂർവ്വം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ വീണ്ടും ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം.